ഷാനിബ് കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. ഷാനിബ്, അങ്ങനെ ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിൽ CPM ഒരു അസ്വസ്ഥതയുടെ പ്രശ്നമുണ്ടോ? താങ്കൾക്കറിയാം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളികളെ കുറിച്ച്, പാലക്കാട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല ബോധ്യവുമുണ്ട്. അങ്ങനെ ഒരു അസ്വസ്ഥത നിലവിൽ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഒരു അസ്വസ്ഥത CPM ഉണ്ടോ നിലവിൽ? അല്ല, ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അത് കൂടുതൽ നന്നായി പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കോൺഗ്രസ് നന്നാവില്ല എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലും അതിനെ നന്നാക്കാൻ കഴിയും? എത്ര തലകളുണ്ട് എന്നതിന് അപ്പുറത്ത് ഒരു നാഥരില്ലാ കളരിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് ആ പാർട്ടിയെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതൊരു അതിനൊരു കീഴ്വഴക്കമാണ്. എന്നാൽ ഇപ്പോൾ അതിനൊരു തർക്കമുണ്ടാകുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് VD സതീശനെ ആളുകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തത്? VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതിന് അല്ലെങ്കിൽ അടുത്ത ഒരു പ്രതിപക്ഷ നേതാവായി വരാൻ പാർലമെൻ്ററി പാർട്ടി ലീഡറായി ഒരു തുടർച്ച ഉണ്ടാകാൻ കോൺഗ്രസിനകത്തുള്ള മറ്റുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കൃത്യമായി വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം VD സതീശൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ആളുകളെ ആട്ടിയകറ്റുന്ന സമീപനവും ഒക്കെ പൊറുതിമുട്ടി നേതാക്കൾ അതിനകത്ത് പൊറുതിമുട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരെയും ചേർത്ത് നിർത്താനോ ആരെയും കൂടെ നിർത്താനോ ഉള്ള സമീപനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളുടെ വടംവലിയിൽ കോൺഗ്രസിനകത്തുള്ള തകർച്ചകളും പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഗ്രൂപ്പുകൾക്കും മേലെ ഓരോ വ്യക്തികളും ആ വ്യക്തികളുടെ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയാണ്. ഓരോരുത്തരും മുഖ്യമന്ത്രിമാരാവുകയാണ്. ഓരോരുത്തരും ഓരോ പ്രദേശത്തെ മുഖ്യമന്ത്രിമാരെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുരളീധരൻ പറഞ്ഞത്, ഞാൻ വരുമ്പോഴും ആളുകൾ കൂടുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നാണ്. അതായത് എനിക്കും ഇതിനകത്തൊരു സാധ്യതയുണ്ട് എന്ന് മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ മുരളീധരൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. രമേശ് ചെന്നിത്തല സമുദായ നേതാക്കളെ കാണാനും അവരുമായി സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. VD സതീശൻ ഇതുപോലെ തന്നെ വർഗീയ ശക്തികളെ ചേർത്ത് പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഏത് വർഗീയ ശക്തികളെ ചേർത്ത് പിടിച്ചിട്ടാണെങ്കിലും RSSന്റെ തോളിൽ കൈയിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ കാല് പിടിച്ചും SDPIയുടെ ഓഫീസിൽ സന്ദർശനം നടത്തിയുമൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള നീക്കം നടത്തിയതിൻ്റെ തുടർച്ച മുഖ്യമന്ത്രിയാകാൻ ഏത് വർഗീയതയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം VD സതീശനെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി KC വേണുഗോപാൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ നാഥനില്ലാ കളരിയായി വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടായി നിൽക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ബൂത്ത് കമ്മിറ്റികളില്ല, അതിന് മണ്ഡലം കമ്മിറ്റികളില്ല, ബ്ലോക്ക് കമ്മിറ്റികളില്ല, ജില്ലാ കമ്മിറ്റികളില്ല. വെറും ഈ മാധ്യമങ്ങളിൽ വന്ന് എനിക്കാണ് ജനപിന്തുണ, എനിക്കാണ് സമുദായങ്ങളുടെ പിന്തുണ എന്ന തരത്തിലുള്ള മുഖ്യമന്ത്രി ആവാനുള്ള പോരാട്ടം അവർ പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇവർ മന്ത്രിസഭ തന്നെ ഉണ്ടാക്കി എന്നാണ്. ഞാൻ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവർ മന്ത്രിസഭ വരെ ഉണ്ടാക്കിയ ആളുകളാണ്, വകുപ്പുകൾ വരെ തീരുമാനിച്ച ആളുകളാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു നയങ്ങളോ തീരുമാനങ്ങളോ ഇല്ല, ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നോട്ട് പോക്കില്ല. ഇവർക്ക് അധികാരം കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ജനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് അധികാരത്തിൽ കയറ്റും എന്ന ഒരു ധാരണയിൽ, ദിവാസ്വപ്നത്തിൽ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറും. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ മറ്റാരും തോൽപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കും. അതിനുള്ള പണികൾ അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ NSSന്റെ പിന്തുണ എനിക്കാണ്, SNDPയുടെ പിന്തുണ എനിക്കാണ് എന്ന തരത്തിൽ നേതാക്കന്മാർ അതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പാർട്ടി ഉണ്ടാക്കാനോ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാനോ വാർഡ് തലത്തിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് പിന്നെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സമുദായങ്ങളുടെ കോർഡിനേഷന് വേണ്ടി കാത്തിരിക്കുന്ന, അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിന്നെ ഒരു സംഘമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഷാനിബ്.